യൂട്യൂബിലുണ്ട്. എങ്ങനെയുണ്ട് പഠനങ്ങളൊക്കെ? നമ്മൾ സൈക്കോളജിയുടെ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്നുണ്ട്. രാത്രി നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും, ഔട്ടായിട്ട് ലഭിക്കും. അപ്പോൾ അന്ന് നമ്മൾ ആ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളിപ്പം കുറച്ച് ദിവസങ്ങളായല്ലോ, ഇത്രയും ദിവസങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി, എത്ര ഏരിയകളെ കുറിച്ച് നിങ്ങൾക്ക് സൈക്കോളജി മനസ്സിലായി. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റു സബ്ജക്റ്റുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഇന്ന് സോഷ്യലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യൽ എന്ന് പറയുമ്പോൾ കാറ്റഗറി 2 നിങ്ങൾക്ക് 60 ചോദ്യങ്ങളാണ് സോഷ്യലിൽ നിന്ന് വരുന്നത്. അപ്പോൾ പല ആളുകളും സോഷ്യൽ എഴുതുന്നവരുണ്ടാവും, അവർ ശ്രദ്ധിക്കുക 60 ചോദ്യങ്ങൾ. അപ്പോൾ ഇത് വിശാലമായ ഈ സിലബസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് SCERT പൂർണ്ണമായിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നു, അത് SCERT നിന്ന് ഏത് ഭാഗങ്ങളാണ് സ്ഥിരമായി അവർ ചോദിക്കുന്നത്, അതിൻ്റെ റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പഠനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസുകൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിലവിൽ നമ്മളൊരു ക്രാഷ് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ലോങ് ടൈം ബാച്ചും ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കോഴ്സ് കൃത്യമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ എക്സാമിനോടനുബന്ധിച്ച് ലൈവ് ക്ലാസ്സുകൾ, ഇപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള നമ്മൾ ഓരോ PYQs ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ കേട്ട് ചെയ്യുന്നതല്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആപ്പിലൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ആപ്പിലൂടെ നിങ്ങൾക്ക് ഒരു 50ഓളം ചോദ്യങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ എബിലിറ്റി എക്സാമിനോടനുബന്ധിച്ച് ഈ രീതിയിൽ ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ആദ്യം ഒന്ന് നോക്കുക, നിങ്ങളത് ശരിയാണോ എന്ന് നോക്കുക. എന്നിട്ട് ഞാൻ റിലേറ്റഡ് കൺസെപ്റ്റുകൾ പറയും. കാരണം ഇതേ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് നെക്സ്റ്റ് എക്സാമിന് വരുന്നത്. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ തീവ്ര പരിശീലനം 30 ദിവസത്തെ ക്രാഷ് കോഴ്സിലേക്ക് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ നൽകിയിട്ടുള്ള ഹിമാലയൻ നിരകളിൽ ഉയരം കൂടിയത് ഏത്? അപ്പോൾ ഇത് ഏതാണ്? ജിയോഗ്രഫിയിൽ നിന്നാണ്. നമുക്കറിയാം UP ലെവലിലാണ് കാറ്റഗറി 2 വരുന്നത്, പക്ഷേ മുകളിലുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഇവിടെ ഓപ്ഷൻ കൊടുത്തത് ഹിമാചൽ, ഹിമാദ്രി, സിവാലിക്, പൂർവാചൽ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഹിമാലയത്തിൻ്റെ 3 നിരകളിൽ ഏറ്റവും മുകളിലുള്ളതാണ് ഹിമാദ്രി. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. അതിന് തൊട്ടു താഴെ വരുന്നതാണ് എന്ത്? ഹിമാചൽ. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും താഴെ വരുന്നതാണ് ഏത്? സിവാലിക്. ഓക്കെ. ഔട്ടർ ഹിമാലയ, ഇന്നർ അല്ലേ, ഇങ്ങനെ കുറേ ഏരിയകളുണ്ട്. സോ ഹിമാചൽ, സിവാലിക് ആണ് ഏറ്റവും താഴെ ഭാഗത്ത് കേട്ടോ, സിവാലിക്. അതുപോലെ തന്നെ ഇവിടെ പൂർവാചൽ എന്നുള്ളത് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നല്ല, കിഴക്കൻ കുന്നുകളാണ് പൂർവാചൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തിലെ ഈ ഭാഗത്ത് മുകൾ ഭാഗത്താണ് എന്ത് വരുന്നത്? നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ഹിമാലയ നേപ്പാളിൻ്റെ ഭാഗത്ത് ഹിമാലയം വരുന്നു. അതേപോലെ തന്നെ കിഴക്കൻ ഭാഗത്തുള്ളതാണ് പൂർവാചൽ കുന്നുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ജിയോഗ്രഫിയിൽ ഹിമാലയൻ നിരകൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതാരാണ്? അതാരാണ്? ആനി ബസന്റ് ആണോ, ദാദാബായി നവറോജി ആണോ, ബാലഗംഗാധർ തിലകാണോ, ഫിറോസ് ഷാ മേത്തയാണോ? ആരാണത്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് ഭാഗങ്ങളിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ഗാന്ധിയൻ ഇറയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ആനി ബസന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അല്ലേ, ഏതാണ് അവർ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഈ ബാലഗംഗാധര തിലകും അതുപോലെ ആനി ബസന്റും കൂടിയിട്ട് അല്ലേ പല പ്രസ്ഥാനങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കോമൺവീൽ എന്നുള്ളത് പത്രം ആരുടേതാണ്? ആനി ബസന്റിൻ്റെതാണ് കേട്ടോ, ആനി ബസന്റിൻ്റെതാണ്. ഓക്കെ. അതുപോലെ ദാദാബായി നവറോജി നമുക്കറിയാം. ചോർച്ച സിദ്ധാന്തം ചോദ്യം വന്നിട്ടുണ്ട്. ചോർച്ച സിദ്ധാന്തം, ഇന്ത്യയുടെ ഡ്രെയിൻ തിയറി ഇതാരുമായി ബന്ധപ്പെട്ടാണ്? ദാദാബായി നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രെയിൻ തിയറിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് എന്ന് ആദ്യമായിട്ടൊരു പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? ദാദാബായി നവറോജി. അതുപോലെ തന്നെ തിലക് അല്ലേ, എനിക്കൊരു കൾച്ചറേ ഉള്ളൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് നോക്കൂ, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്, അതായത് ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റ്, ഡെൻസ്ലി പോപ്പുലേറ്റഡ്, ഓക്കെ, അത് ഏതാണെന്നാ ചോദിച്ചത്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു, പക്ഷേ ഇതിൽ ആൻസർ ഇല്ല. ആൻസർ ഏതാ വരുന്നത്? ബീഹാർ ആണ്. ബീഹാർ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടുതലുള്ളത് ബീഹാർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു, പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് റിലവൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കൂ, മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോത്തൽ, മോഹൻജദാരോ, ഹാരപ്പ, ബനവാലി. ഏതാണ്? മോഹൻജദാരോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ ഏരിയകളൊക്കെ എന്ന് പറയാം. ലോത്തൽ അല്ലെ, ഗുജറാത്തിലാണ്. ഗുജറാത്ത്, അതൊന്നും ജസ്റ്റ് നോക്കുക, എവിടെയാണ്? കപ്പൽ നിർമ്മാണ ശാലകൾ ഉള്ളത് ഗുജറാത്തിലെ ലോത്തലിലായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയത്. അതുപോലെ ഹാരപ്പൻ ആദ്യമായി കണ്ടെടുത്തത് എവിടെയാണ്? ഹാരപ്പയിലാണ്. അതുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇവിടെ ദയാറാം സഹ്നി അല്ലേ, ദയാറാം സഹ്നി, RD ബാനർജി, ഈ രണ്ട് പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ സ്ഥലങ്ങൾ വളരെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള സ്ഥലങ്ങൾ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ചോദ്യങ്ങളിലൊക്കെ പറയാം. ഇതിൽ ഞാൻ കുറച്ച് പോയിന്റുകൾ പറഞ്ഞു, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കൂ, വാസ്കോഡ് ഗാമ കാപ്പാട് എത്തിച്ചേർന്ന വർഷം. ഇത് അല്ലെ, യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ചോദ്യമാണ്. 1500, 1490, 1498, 1510. ഏതാണ്? 1498 കോഴിക്കോട് കാപ്പാട് വന്നു ചേർന്നു അല്ലെ. ഗാമ പോർച്ചുഗീസുകാരൻ. പിന്നീട് ഫ്രഞ്ചുകാർ വരുന്നുണ്ട്, അവരുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നുണ്ട്. അതുപോലെ അതായത് അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 വരുന്നത്. അതിന് മുമ്പ് അതിനുശേഷം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നുണ്ട്, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1664 അല്ലേ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, മൊണാലിസ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മൊണാലിസ ആരുടേതാണ്? ലിയനാർഡോ ഡാവിഞ്ചി, റാഫേൽ, മൈക്കൽ ആഞ്ചലോ, ഇറാസ്മസ്. ആരുടേതാണ്? ലിയനാർഡോ ഡാവിഞ്ചി ആണ് അല്ലെ. ക്ലിയർ അല്ലേ ആൻസർ? ഓരോ ഭാഗങ്ങളെ കൃത്യമായിട്ട് നോക്കുക. ഈ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏരിയ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഭൂമിയുടെ ഏറ്റവും ചൂടുള്ള താപീയ മേഖല എവിടുന്ന് വരുന്നു? ജിയോഗ്രഫിയിൽ നിന്ന് വരുന്നു. താപീയ മേഖലകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ സോൺ പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ ശൈത്യമേഖല ഫ്രിജിഡ് സോൺ ആണോ, അതല്ലെങ്കിൽ ടെമ്പറേറ്റ് മിതോഷ്ണ മേഖലയാണോ, ടോറിഡ് ഉഷ്ണമേഖലയാണോ, സബ് ട്രോപ്പിക്കൽ സോൺ ആണ്? ഏതാണ് ഉത്തരം? ടോറിഡ് സോൺ ആണ്, അതല്ലെങ്കിൽ ഉഷ്ണമേഖലയാണ്. താപീയ മേഖലകൾ പഠിക്കുക, അതിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണം ഉള്ളത് ചൂടുള്ള മേഖലയാണ് ടോറിഡ് സോൺ. നെക്സ്റ്റ് നോക്കൂ, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാര്? ഗുട്ടൻബർഗ്, ഗലീലിയോ, ഐസക് ന്യൂട്ടൺ, കെപ്ലർ. ആരാണ്? ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. ഗലീലിയോ ഇമ്പോർട്ടൻ്റ് ആണ്, ഐസക് ന്യൂട്ടൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവരെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി വരിക. നെക്സ്റ്റ് നോക്കൂ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്? എക്കണോമിക്സിൽ നിന്നൊരു ചോദ്യമാണ് കേട്ടോ. ഏതാണ് പഞ്ചവത്സര പദ്ധതി? ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം എഴുതിയത് വിശ്വേശ്വരയ്യാണ്. ഇദ്ദേഹത്തിന്റെ പേര് മറന്നു പോകരുത്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് PC മഹലനോബിസ്. ഓക്കെ, കാർഷിക മേഖലയാണോ, വ്യാവസായിക മേഖലയാണോ, സേവന മേഖലയാണോ? ഇവയൊന്നുമല്ല. ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വ്യാവസായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു കേട്ടോ. PC മഹലനോബിസ് ആണ് അതിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച വ്യക്തി. ഓക്കെ, വിശ്വേശ്വരയ്യ മറക്കരുത്, PC മഹലനോബിസിനെയും മറക്കരുത്. നെക്സ്റ്റ്, എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി. എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. എവിടെയാണ്? അത് ഇവിടെ ലെയേഴ്സ് ആണ്. അന്തരീക്ഷത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ ലെയേഴ്സുകളെ കുറിച്ച്, ലെയേഴ്സിന്റെ പ്രത്യേകതകൾ പഠിക്കുക. അപ്പൊ എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും കാണുന്നത് അത് ഏറ്റവും ആദ്യത്തെ ലെയറാണ്. അതേതാണ്? ട്രോപ്പോസ്ഫിയർ. ഇനി ഇവിടെ നോക്കൂ, നെക്സ്റ്റ് ഓസോൺ കാണുന്നത്, ഓസോൺ പാളി കാണുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏറ്റവും തണുത്ത ഭാഗം മിസോസ്ഫിയർ അല്ലെ, തണുപ്പ് കൂടുതലുള്ളത്. ഓക്കെ, അതിന്റെ മുകളിലാണ് തെർമോസ്ഫിയർ വരുന്നത്. ഓക്കെ, അയണോസ്ഫിയർ, അതിന്റെ മുകളിൽ തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങളുടെ വേഗതയിൽ പോകുന്നതൊക്കെ അതിന്റെ മുകളിലാണല്ലോ അല്ലെ. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ 10 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ വരേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ 10ഓളം ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ.
നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ സോഷ്യലുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്ന് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. വീഡിയോ നന്നായിട്ട് കാണുക. ഞാൻ പറഞ്ഞ ഏരിയകളുണ്ടല്ലോ, പഞ്ചവത്സര പദ്ധതി ചോദിച്ചിട്ടുണ്ട്, അന്തരീക്ഷത്തെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ റിലേറ്റഡ് കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ PYക്ക് നോക്കിയപ്പോൾ കണ്ടതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.